കഴിയുമ്പം പാർട്ടി ഓഫീസായിട്ട് മാറുന്ന ഒരവസരം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന പുത്തരിക്കണ്ടം പാർക്ക് ശ്രീ കെ നയനാരുടെ പേരിൽ തീരെഴുതി കൊടുത്തു. നിയമസഭയുടെ ഫ്രണ്ട് EMSൻ്റെ പേരിൽ തീരെഴുതി കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത വലിയ നേതാക്കളുടെ പേരിലാണ് തിരുവനന്തപുരത്തിൻ്റെ പല കണ്ണായ ഭാഗങ്ങളും അറിയപ്പെടുന്നത്. ഇതൊക്കെ ഈ ശ്രീലേഖ തുടങ്ങി വെച്ചത് ഒരു തുടക്കം മാത്രമാണ്. ഗണപതിക്ക് കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഗണപതിക്ക് കുറിച്ചത് നന്നായി. ശ്രീ VK പ്രശാന്ത് തിരുവനന്തപുരത്തിൻ്റെ ശാസ്തമംഗലം വാർഡ് വിട്ട് പൈപ്പിൻ മൂടിലേക്ക് പോയി എന്നുള്ളത് ഒരു ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇനി ശ്രീ VV രാജേഷ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രണ്ട് കാര്യങ്ങൾക്കെന്നാണ് അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞത്. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടാനുള്ള വർഷങ്ങളായിട്ട് കിട്ടാനുള്ള നികുതി കുടിശ്ശികകളുണ്ട്. കെട്ടിടത്തിൻ്റെ ആയാലും വസ്തുക്കളുടെ ആയാലും നികുതികൾ വർഷങ്ങളോളമായിട്ട് പെൻഡിങ്ങാണ്. കാര്യം CPMൻ്റെ ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം, കോർപ്പറേഷനിൽ മാറ്റങ്ങളൊന്നും വരാത്തിടത്തോളം കാലം മേയർ കസേരയിൽ വരുന്ന ആളുകളെ മാറിയിട്ടുള്ളൂ, ഭരണം മാറിയിട്ടില്ല.